മഹാലക്ഷ്മി സീരിയലിൻ്റെ അടുത്ത ഘട്ടത്തിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മി സീരിയൽ മറ്റൊരു ഘട്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മഹാലക്ഷ്മി പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം എത്ര നാളിങ്ങനെ മറച്ചു വെക്കാൻ പറ്റും? കണ്ണന് കാലിന് ചലനശേഷി കിട്ടിയെന്നുള്ള സത്യം വേണമെങ്കിൽ കുറേ നാൾ മറച്ചു വെക്കാനാകും. പക്ഷെ അതുപോലല്ലല്ലോ ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിട്ടുള്ള കാര്യം മറ്റുള്ളവരുടെ മുമ്പിൽ മറച്ചു വെക്കുക എന്നത്. അതൊരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. മാത്രമല്ല, ഒരു കുഞ്ഞിനമ്മയായ സ്ത്രീക്ക് ഉറപ്പായിട്ടും മറ്റൊരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആണെങ്കിൽ മനസ്സിലാക്കാനുള്ള എല്ലാ കഴിവുമുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അറിഞ്ഞ് ശത്രുക്കളെല്ലാം തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത് ഇത് കണ്ണൻ്റെ കുഞ്ഞല്ല, മറ്റേതോ ഒരു പുരുഷൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ച മഹാലക്ഷ്മി കണ്ണൻ്റെ കുഞ്ഞാണെന്നും പറഞ്ഞ് കണ്ണനെ കബളിപ്പിക്കുകയാണെന്ന്. ഒരു കാരണവശാലും കമലേശ്വരം തറവാട്ടിലെ സ്വത്തുക്കൾക്ക് ഒരിക്കലും കണ്ണൻ്റെ കുഞ്ഞെന്ന പേര് ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ സ്വത്തുക്കളെല്ലാം ഓട്ടോമാറ്റിക്കലി കണ്ണനും കുഞ്ഞിനും മഹാലക്ഷ്മിയിലേക്ക് മാറും. മഹാലക്ഷ്മിക്ക് ഒരു കുഞ്ഞിനെ അമ്മയാകാൻ പറ്റിയില്ലെങ്കിൽ സ്വത്തുക്കളെല്ലാം ഉണ്ണിക്കും കരുണയ്ക്കും മഞ്ജുവിനൊക്കെ തന്നെ വന്നു ചേരും. അതായത് മഹാലക്ഷ്മിക്ക് കിട്ടേണ്ട സ്വത്തുക്കളെല്ലാം സഹോദരി എന്ന നിലയ്ക്ക് കരുണയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും വന്നു ചേരും. കണ്ണൻ്റെ സ്വത്തുക്കൾ ഉണ്ണിക്കും മഞ്ജുവിനും വന്നു ചേരും. അങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്ന അവരെ തകർത്തുകൊണ്ടാണ് മഹാലക്ഷ്മി ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത അറിയിക്കുന്നത്. ആദ്യം അതിനെ തുടർന്ന് ദുർഗയും പ്രതാപനും മുത്തശ്ശിയൊക്കെ ഒരുപാട് അനാവശ്യം കണ്ണനെയും മഹാലക്ഷ്മിയും ചേർത്ത് പറയുന്നുണ്ട്. മറ്റൊരുത്തൻ്റെ കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് പോലും വീൽചെയറിൽ നിന്ന് എണീറ്റ് നടക്കാൻ പറ്റാത്തത് കൊണ്ട് ഭാര്യ ഉപേക്ഷിച്ച് പോകും എന്നുള്ള ഭയത്താൽ മഹാലക്ഷ്മിയെ ചോദ്യം ചെയ്യാതെ അവളുടെ അഹങ്കാരത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ള രൂപത്തിൽ മഹാലക്ഷ്മിയെ ഒരുപാട് കുത്തി നോവിക്കുന്നുണ്ട് നമ്മുടെ ദുർഗയും പ്രതാപനും കരുണയും ഉണ്ണിയൊക്കെ. എന്നാൽ സത്യങ്ങളെല്ലാം അറിയാവുന്ന കണ്ണനും തോമസ് സാറും അനന്തവും ലേഖയും മാർക്കോയും ദേവി മുത്തശ്ശിയും അങ്ങനെ അവരെ സ്നേഹിക്കുന്ന എല്ലാവരും മഞ്ജു സാഗർ ഉൾപ്പെടെ എല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് കണ്ണനും മഹാലക്ഷ്മിക്കും കൂടെ തന്നെയുണ്ട്. മഹാലക്ഷ്മി പൂർണ്ണ പ്രഗ്നൻ്റായിട്ട് നിൽക്കുന്നതായിട്ടാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ദിവസം എണ്ണി മഹാലക്ഷ്മി തൻ്റെ കുഞ്ഞിനെ വരവേൽക്കാൻ കാത്തു നിൽക്കുകയാണ്. ഊണിലും ഉറക്കത്തിലും എപ്പോഴും തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് മഹാലക്ഷ്മിയെ സന്തോഷിപ്പിക്കുന്നത്. മഹാലക്ഷ്മി പകൽ പോലും സ്വപ്നം കാണുകയാണ് തൻ്റെ കുഞ്ഞ് ജനിക്കുന്നതും ആ കുഞ്ഞിനെ താനും കണ്ണേട്ടനും കൂടി ചേർന്ന് താലോലിക്കുന്നതും. അങ്ങനെ സ്വപ്നം കണ്ട് നിൽക്കുന്ന മഹാലക്ഷ്മിയെ കണ്ണൻ വന്ന് തട്ടി വിളിക്കുമ്പോൾ താനെന്താ ഈ ലോകത്തൊന്നുമല്ലേ, ഞാനൊരു സ്വപ്നം കണ്ടതാ കണ്ണേട്ട. എന്താ സ്വപ്നം? അത് കണ്ണേട്ടൻ അറിയില്ലേ? നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ നമ്മൾ രണ്ടാളും താലോലിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ സ്വപ്നത്തിൽ കണ്ടതാ കണ്ണേട്ട. അധികം താമസിക്കാതെ നമ്മുടെ കുഞ്ഞിന് വരത്തില്ലേ മഹി? അപ്പം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഓമനിച്ചുകൂടെ നമ്മുടെ കുഞ്ഞിനെ എന്നൊക്കെ പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയെ ചേർത്ത് നിർത്തുന്നുണ്ട്. അതേസമയം കരുണയാണെങ്കിൽ കലണ്ടറിലെ ഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മഹാലക്ഷ്മിക്ക് പറഞ്ഞിരിക്കുന്ന ഡെലിവറി ഡേറ്റും ആ ഡേറ്റിന് മുമ്പ് മഹാലക്ഷ്മിയുടെ ജീവൻ ഇല്ലാണ്ടാക്കണമെന്നും മഹാലക്ഷ്മിയെ മാത്രമല്ല അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും ജീവനോടെ ഈ ഭൂമിയിലേക്ക് വരാൻ അനുവദിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ മേഘൻ പറയുന്നു, മോള് വിഷമിക്കേണ്ട, ഡെലിവറി ഡേറ്റിന് മഹാലക്ഷ്മി ജീവനോടിരുന്നാൽ മാത്രമല്ലേ അവളൊരു കുഞ്ഞിന് അമ്മയാകാൻ പറ്റൂ. ഇത് മോൾക്ക് ഞാൻ തരുന്ന വാക്കാ. ഡെലിവറി ഡേറ്റ് വരെയൊന്നും മഹാലക്ഷ്മി ജീവനോടെ കാണില്ല. നമ്മൾ കണ്ട സ്വപ്നമൊന്നും അത്ര പെട്ടെന്ന് തല്ലിക്കെടുത്താൻ ആരെയും ഞാൻ അനുവദിക്കില്ല. അന്നേരം പ്രതാപം പറയുന്നു, ആ നാണം കെട്ടവൾ മറ്റാരുടെയോ കുഞ്ഞിന് അമ്മയായിട്ട് കണ്ണൻ്റെ കുഞ്ഞാണെന്നും പറഞ്ഞ് അവനെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുക. അതൊന്നും മനസ്സിലാകാതെ ആ മണ്ടൻ അവൻ്റെ കുഞ്ഞാണെന്നും പറഞ്ഞ് ഇനി ഇല്ലാതെയാണ് മഹാലക്ഷ്മി കൊണ്ടു കിടക്കുന്നത്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ അങ്ങനെ ചെയ്തേ പറ്റൂ, കാരണം അവൾ എല്ലാം കൊണ്ടും യോഗ്യയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. വീൽചെയറിലിരിക്കുന്ന അവനെ, ഒരു കഴിവുമില്ലാത്ത അവനെ എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിച്ച് പോകാമെന്ന് അവനും അറിയാം. ഒരു കുഞ്ഞിന് അമ്മയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവനോടൊപ്പം ജീവിതകാലം മുഴുവനും കാണുമെന്നുള്ള പ്രതീക്ഷയോടെ ആയിരിക്കും അവനെല്ലാം കണ്ടും കേട്ടും മിണ്ടാതിരിക്കുന്നത്. അതേസമയം ദുർഗയും ഉണ്ണിയും ഒരു വിധത്തിലാണ് കരുണയെ കോംപ്രമൈസ് ചെയ്ത് വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്. മഹാലക്ഷ്മി ഒരു കുഞ്ഞിന് അമ്മയായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും താനീ വീട്ടിൽ നിൽക്കില്ലെന്നുള്ള ശപഥം എടുത്തിരിക്കുകയാണ് കരുണ. അതുകൊണ്ട് മഹാലക്ഷ്മി ഒരു കുഞ്ഞിന് അമ്മയാകുമോ ഇല്ലയോ എന്നുള്ളത് ഉണ്ണിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാമ്പത്തികപരമായ നേട്ടത്തിനപ്പുറം തൻ്റെ കുടുംബജീവിതത്തെ പോലും ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ ഉണ്ണിയും ദുർഗയും ഇതിനെ ഗൗരവത്തോടെ കാണുന്നു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾക്കൊടുവിൽ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും ഒരു കുഞ്ഞിന് അമ്മയും അച്ഛനുമായി മാറുന്നുണ്ട്. ഒരിക്കലും മഹാലക്ഷ്മി ഒരു കുഞ്ഞിന് അമ്മയാകില്ലെന്നും പറഞ്ഞ് എപ്പോഴും ശാപവാക്കുകൾ കൊണ്ട് മഹാലക്ഷ്മി വേദനിപ്പിച്ച മുത്തശ്ശിക്ക് പോലും മറുപടി പറയാനൊന്നുമില്ല. കാരണം തൻ്റെ മകൾ ഉറപ്പായിട്ടും ഒരു കുഞ്ഞിന് അമ്മയാകുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രതാപനെയും മുത്തശ്ശിയും വേദനിപ്പിച്ചുകൊണ്ട് അവൾക്കൊരു കുഞ്ഞിന് അമ്മയാകാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല ഒരിക്കലും അമ്മയാകില്ലെന്ന് കരുതിയിരുന്ന മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ
മഹിയും കണ്ണനും താലോലിക്കുന്നത് കണ്ട് സങ്കടപ്പെടാൻ മാത്രമാണ് കരുണയുടെ ജീവിതം ബാക്കിയായിട്ട് നിൽക്കുന്നത്.